ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പം ബർത്ത്ഡേ വ്ളോഗാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. 2 കേക്ക് ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. ഒരെണ്ണം കലവൂരിന്ന് ചേച്ചിയും ചേട്ടനും വിച്ചുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ ഒരെണ്ണം നമ്മളിവിടെ വാങ്ങിച്ചതാണ്. അപ്പോൾ വിച്ചുവും സുധിലപ്പനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. സുധിലപ്പനാണ് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം മാമച്ചൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ആൾ ഇന്ന് അറവാടിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ കലവൂര് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കാർത്തിവാവയും സുമാൻ്റെയും ചിത്തനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അതിനുശേഷം കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും ഇച്ചിരി കേക്കൊക്കെ കൊടുത്തു. അച്ഛനും അമ്മയും കലവൂരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കേക്കെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. എല്ലാവരും, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം കൂടിയായിരുന്നു വിച്ചുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കേക്ക് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും കാർത്തിക്കുട്ടനാണെങ്കിൽ അങ്ങ് ചാടി വീഴുമായിരുന്നു. പക്ഷെ കാർത്തിക്കുട്ടൻ ആ സമയത്ത് ഇത്തിരി ചുമയൊക്കെ ഉള്ളത് കൊണ്ട് കേക്ക് അധികം കൊടുത്തില്ല അവന്. അതിനുശേഷം ചേച്ചി വിച്ചുവിനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതേപോലെ സുമാൻ്റെയും ചിറ്റനും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിച്ചുവിന്. അതിനുശേഷം പിന്നീട് കാർത്തിക്കുട്ടൻ ഒരു ടോയ്സ് കിട്ടി. സുധിലമ്മയുടെ ആണത്. ഒരു ലാപ്ടോപ്പാണ്, കളിക്കുന്ന കുഞ്ഞു ലാപ്ടോപ്പ്. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പുറകിലുള്ള ബാറ്ററി എല്ലാം തന്നെത്താനായിട്ട് തുറന്ന് അതെല്ലാം റിമൂവ് ചെയ്ത് അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ സുധിലപ്പൻ ഇവിടെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ മാമച്ചന് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് സുധിലപ്പൻ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്തിരുന്നത് സുധിലപ്പനായിരുന്നു. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം വിച്ചുവിന് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 2 ഷർട്ടും അതേപോലെ തന്നെ ഒരു മുണ്ടും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. കല്യാണത്തിന് ശേഷം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും അങ്ങനത്തെ ഒരു ഒത്തുകൂടൽ ഇത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്പിയമ്മയും കൂടി ബീഫ് ബിരിയാണിയൊക്കെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി എല്ലാം തയ്യാറാക്കി എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇങ്ങനെ വിളമ്പി വെക്കുകയാണ്. എല്ലാം വിളമ്പി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അവരെല്ലാവരെയും കഴിക്കാനായിട്ട് ഇരുത്തിയത്. ബിരിയാണിയുടെ കൂടെ സാലഡും അതേപോലെ തന്നെ മാങ്ങാച്ചാറും ഒക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം വീട്ടിൽ തന്നെയാണ് ഞാനും അമ്മയും കൂടി തയ്യാറാക്കിയത്. എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് നന്നായി എന്ന് പറയുമ്പോൾ കേൾക്കാനായിട്ട് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇത് അച്ഛനാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു ഒരു വ്ളോഗിലും തന്നെ അച്ഛനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. അച്ഛൻ എല്ലാ വീഡിയോസിലും മിസ്സിങ് ആണ്. അച്ഛൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെയാണ് വർക്ക്. അപ്പം അതുകൊണ്ട് ഉത്സവ സീസണും ഇലക്ഷൻ സീസണും ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെ വ്ളോഗിലൊന്നും കാണാത്തത്. എന്നാൽ ഈ വ്ളോഗിൽ അത്യാവശ്യം ഒന്ന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ച് അവരെല്ലാവരും പാക്കപ്പായി. അവസാനം ഞാനും അമ്മയും അച്ഛനും ഒക്കെ കൂടി ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്കുള്ള ബിരിയാണി എല്ലാം വിളമ്പുകയായിരുന്നു. അതിനുശേഷം ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങളിവിടെ എല്ലാം ഒന്ന് സെറ്റായി. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി. അങ്ങനെ പിന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പുതിയതായിട്ടുള്ള വ്യൂവേഴ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.